students, welcome to the third session in the fourth module. So in the second session or the previous session, we have discussed work done by single stage reciprocating compressor without clearance volume. Now we'll be dealing with work done by single stage reciprocating with the clearance volume. So with the clearance volume, very important. So you can see in this figure that 1, 2, 3, 4, 1 is the process. So there is a clearance volume here. So V3 is clearance volume. V3 is equal to VC. VC, that is clearance volume. There is a clearance volume over here. Okay. So since there is a clearance volume, there will be an expansion process also in the clearance volume. ബാക്കിയായ എയർ തിരിച്ച് സക്ഷൻ സ്ട്രോക്ക് നടക്കുമ്പോൾ കുറച്ച് ബാക്കിയായ എന്താണ് that particular air will get expanded to the P1 pressure or P1 is equal to P4 പ്രഷറിലേക്ക് എക്സ്പാൻഡ് ചെയ്യപ്പെടും. പക്ഷേ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയത്തിൽ അങ്ങനെ ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നില്ല. അത് ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സായിരുന്നു, ഇതായിരുന്നു പ്രോസസ്സ്. പക്ഷേ ഇവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ തിരിച്ച് ഇവിടത്തേക്ക് വരുന്നുണ്ട്. ഇവിടുന്നാണ് സക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. സോ ഇവിടെ വർക്ക് ഡൺ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ വർക്ക് ഡൺ കാണുന്നത് സിമ്പിളാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടുവച്ചത് ഈ ഒരു വർക്ക് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു. ഇതെന്തോ ആവട്ടെ, ഇത് നമ്മളിപ്പോൾ ഓക്കെ, ഇത് ഞാൻ പോളിട്രോപ്പിക് പ്രോസസ്, ജനറൽ പ്രോസസ്സ് പോളിട്രോപ്പിക് പ്രോസസ്സാണ്. ജനറൽ പോളിട്രോപ്പിക് പ്രോസസ്സേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഐസോതെർമലോ അഡിയാബാറ്റിക്കോ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു. ഇനി നമുക്ക് വേണ്ട വർക്ക് എന്ന് വെച്ചാൽ ഈ ഒരു വർക്കാണ്. ഈ ഒരു ഏരിയ കിട്ടിയാൽ മതി. ഇതാണ് നമ്മളെ വർക്ക്. ഈ ഒരു ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഒരു ഏരിയ മൈനസ് ചെയ്താൽ മതി. ഇവിടുന്ന് ഈ ടോട്ടൽ ബ്ലാക്ക് നിന്ന്, അതായത് ഈ മൊത്തത്തിലുള്ള ഏരിയയിൽ നിന്ന് ഈ ഒരു ഗ്രീൻ ഏരിയ, ഈ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂ ഏരിയ കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് എഴുതി നോക്കാം. W is equal to area of 1, 2, 3, 4, 1. ഇതാണ് നമ്മളെ വേണ്ട ഏരിയ. അതായത് ഫിഗർ നോക്കുക, 1, 2, 3, 4, 1. ഇതാണ് നമുക്ക് വേണ്ട ഏരിയ. പക്ഷെ ആ ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ 1, 2, A, B, 1 മൈനസ് ഏരിയ 3, A, B, 4, 3. 1, 2, A, B, 1 എന്ന് വെച്ചാൽ ഏതാ? 1, 2, A, B, 1. അതായത് ഈ മൊത്തത്തിലുള്ള ഏരിയ. ഇതിൽ നിന്നും നമുക്ക് മൈനസ് ചെയ്യേണ്ടത് 3, A, B, 4, 3 ആണ്. 3, A, B, 4, 3. അതായത് ഈ ഏരിയ മൈനസ് ചെയ്യാം. മനസ്സിലായോ? അതാണ് നമ്മളെ ഐഡിയ, അതാണ് മെത്തേഡ്. ഓക്കെ, അതിന് മൈനസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏരിയ 1, 2, A, B, 1 എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ നമ്മൾ കഴിഞ്ഞ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയത്തിൽ കണ്ട ഏരിയ ആണ്. അതിൻ്റെ നെറ്റ് വാല്യൂ എന്ന് വെച്ചാൽ W will be is equal to n/n മൈനസ്, നമ്മളിവിടെ പോളിട്രോപ്പിക് ആയതുകൊണ്ട് P1 V1 P2/P1 raised to n/n-1/n -1. ഇതാണ് ഏത്? ഈ ഏരിയ. മൈനസ് എന്ത് ചെയ്യണം? ഈ ഏരിയ മൈനസ് ചെയ്യണം. ഈ ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇത് നമ്മൾ നോക്കുമ്പോൾ സെയിം നോക്കാം. നമ്മൾ ഇതൊരു കംപ്രസർ വർക്കാണെങ്കിൽ ഇത് നേരെ തിരിഞ്ഞൊരു സാധനമല്ലേ? ഇതൊരു എക്സ്പാൻഷൻ വർക്കാണ്. അപ്പോൾ കംപ്രസറിൻ്റെ നേരെ ഓപ്പോസിറ്റാണിത്. നേരത്തെ കണ്ട നമ്മൾ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം കണ്ട അതേ സാധനത്തിൻ്റെ ഒരു തിരിഞ്ഞ ഒരു ഇൻവേർട്ടഡ് ഫിഗറാണ് ഇത്, അല്ലേ? ഇൻവേർട്ടഡ് ഫിഗർ. അപ്പോൾ ഇവിടെ നമുക്ക് സെയിം ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. മൈനസ് n/n-1. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇത് എക്സ്പാൻഷൻ ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് എക്സ്പാൻഷൻ ആണെങ്കിൽ, കംപ്രസർ ആണെങ്കിൽ ഫസ്റ്റ് വാല്യൂ P1 V1 ആണ്. ഇവിടെ നമുക്ക് സെക്കൻഡ് വാല്യൂ ആണ് P4. 3 4ലേക്കാണ്. 3 4ലേക്കാകുമ്പോൾ P4 V4 ആണ് വേണ്ടത്.
P4 V4 ബൈ തിരിഞ്ഞു വരും. മുകളിൽ P4 താഴെ വരും, P4 താഴെ വരും. P3/P4 ഹോൾ റേസ് ടു n-n1/n -1 ഇങ്ങനെ വരും. വർക്ക് ഡൺ ഡ്യൂറിങ് എക്സ്പാൻഷൻ ആണ്. സോ ദിസ് ഈസ് കംപ്രസർ വർക്ക്, ദിസ് ഈസ് എക്സ്പാൻഷൻ വർക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് P3/P4 ആണോ P4/P3 ആണോ എന്ന് കൺഫ്യൂഷൻ വരുമ്പോൾ ആലോചിച്ചാൽ മതി. P3/P4 ആയി. കാരണം തേർഡ് പ്രഷർ, ഹയർ പ്രഷർ ബൈ ലോവർ പ്രഷറാണ് എപ്പോഴും വരിക. ഹയർ പ്രഷർ ഇവിടെ ആയാലും ഹയർ പ്രഷർ ബൈ ലോവർ പ്രഷർ. അപ്പോൾ ഹയർ പ്രഷർ P3 ആണ്, P4 ആണ്. ഈ ഡിനോമിനേറ്ററിൽ വരുന്നതായിരിക്കും ഇവിടെ വരിക. ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്നതായിരിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇത് മൈനസ് വരണം. മൊത്തത്തിൽ മൈനസ് നമ്മൾ ഓൾറെഡി ഇത് നെഗറ്റീവ് വർക്കാണ്. അതായത് നെഗറ്റീവ് വർക്ക് ഈ വാല്യൂ പോസിറ്റീവ് വരണം. അതുകൊണ്ടാണ് P3/P4 എടുക്കുന്നത്. നമ്മളിവിടെ മൈനസ് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ബൈഹാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരണ്ട, നിങ്ങൾ ബൈഹാർട്ട് ചെയ്തോളൂ, അതാണ് നല്ലത്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടത്? ഇതിൽ നമുക്കറിയാം, ഈ ഫിഗർ നമുക്ക് P1 P2 = P3 P4 = P1. P4 P1 ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് P4 P1 P3 P2. അങ്ങനെയാണെങ്കിൽ W = n/n-1 P1 V1 P2/P1 ഹോൾ റേസ് ടു n-1/n -1 മൈനസ് n/n-1 P4 പകരം P1 V4 ഇൻറ്റു P3 പകരം P2 തന്നെ ഇടാം, P4 പകരം P1 എന്ന് ഇടാം, n-1/n -1. അതിൽ n-n/1 കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. P1 ഇതിൽ n-n1 n-1 കോമൺ, P1 കോമൺ, ഈ ഒരു ടേമും കോമൺ ആണ്. അപ്പോൾ ബാക്കിയുള്ളത് V1 ഉണ്ട് V4 ഉണ്ട്. W = P1 ഇൻറ്റു P2/P1 ഹോൾ റേസ് ടു n-1/n -1. ബാക്കിയുള്ളത് എന്താണ്? V1 - V4. ഇതാണ് അതിൽ കോമൺ അല്ലാത്തത്. അപ്പോൾ ഇത് ബാക്കിയുണ്ട്. അപ്പോൾ ഈ V1 - V4 എന്താണ്? നമുക്ക് ഈ ഫിഗറിലൊന്ന് നോക്കി നോക്കാം. So what is V1 - so this is V1, okay, and this is V4. So V1 - V4 is nothing but the actual volume of free air delivered per cycle. So V1 - V4, that is the volume, this particular volume. So that is known as actual volume of free air delivered per cycle. So V1 - V4 is termed as VA. So VA. So VA is nothing but actual volume of free air delivered per cycle. ഒരു സൈക്കിളിൽ ഡെലിവർ ചെയ്യുന്ന ആക്ച്വൽ വോളിയം ഓഫ് ഫ്രീ എയർ, അങ്ങനെയാണ് അതിനെ വിളിക്കുക. സോ W is equal to n/n-1 P1 into VA P2/P1 all raised to n-1/n -1. So this is the equation. Okay, and P1 VA എന്ന് വെച്ചാൽ നമുക്ക് P1 VA can also be written as MRT1 എന്ന് ഇടാം. ഓക്കെ, സോ ഫ്രീ എയർ ഡെലിവേർഡ് എന്ന് വെച്ചാൽ അതിനെ FAD എന്ന് വിളിക്കും. FAD. So FAD is the actual volume. What is free air delivered? Actual volume delivered at the stated pressure with reduced intake pressure.
and temperature and expressed in meter cube per minute. It is denoted as VO, free air delivered. So VO is nothing but MRTO by PO. അപ്പോൾ ഈ വി എയും വി സീറോയും ഡിഫറെൻ്റ് ആണ്. നമ്മളിവിടെ V1 - V4 എന്ന് പറയുന്ന സംഭവത്തിന് ഇവിടെ think okay VA, this V1 by V4 is the actual volume of free air എന്നല്ല, actual volume of air delivered ആണ്. Actual volume of air delivered per cycle ആണ് VA. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മൾ പറഞ്ഞത് ഫ്രീ എയർ ഡെലിവേർഡ് ആണ്, FAD, ആക്ച്വൽ വോളിയം ഡെലിവേർഡ് അറ്റ് ദി സ്റ്റേറ്റഡ് പ്രഷർ വിത്ത് റിഡ്യൂസ്ഡ് ഇൻടേക്ക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിഗറിൽ നോക്കുക, ഇവിടെ നമ്മൾ ഈ സക്ഷൻ പ്രഷർ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് സക്ക് ചെയ്യുന്ന, ആക്ച്വലി പുറത്തുനിന്ന് സക്ക് ചെയ്യുന്ന എയറാണ്. അപ്പോൾ പുറത്തത്തെ എയറിൻ്റെ പ്രഷർ എന്ന് വെച്ചാൽ PA ആണ്. അപ്പോൾ PA പ്രഷർ ആയിരിക്കില്ല ഇവിടെ P1 എന്നുള്ള പ്രഷർ. PA വിൽ ബി ഗ്രേറ്റർ ദാൻ P1 ഓർ P4. കാരണം നമ്മൾ സക്ഷൻ, അതായത് നമ്മുടെ സിലിണ്ടറിൻ്റെ അകത്തുള്ള പ്രഷർ കുറച്ച് കുറവായിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷറിനെ കാട്ടി. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കും, ഉള്ളിലേക്ക് എയർ എൻ്റർ ചെയ്യും. സിൻസ് ദർ ഈസ് എ പ്രഷർ ഡിഫറൻഷ്യൽ, ദാറ്റ് ഈസ് വൈ ദ എയർ എൻറ്റേഴ്സ് ദി സിലിണ്ടർ. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ PA P1 എന്നുള്ളത് ഒരേ പ്രഷറായിട്ടാണ്, ഇൻലെറ്റ് പ്രഷർ തന്നെയുള്ള രീതിയിൽ, അതായത് പുറത്തത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെയാണ് ഇൻലെറ്റ് പ്രഷർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഫ്രീ എയർ ഡെലിവേർഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ദ ആക്ച്വൽ വോളിയം ഡെലിവേർഡ് അറ്റ് ദി സ്റ്റേറ്റഡ് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ വിത്ത് റെഡ്യൂസ്ഡ് ഇൻടേക്ക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, അതായത് നമ്മൾ സിലിണ്ടറിൻ്റെ അകത്തുള്ളത് റെഡ്യൂസ്ഡ് പ്രഷറാണ്. അപ്പം അങ്ങനെയുള്ള കേസ് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, അതായത് ഇവിടെ ഈ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള വോളിയമാണ് V0 ബൈ PV/T കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ PA V0/TA ഷുഡ് ബി ഈക്വൽ ടു P1 V1 അല്ല, ആക്ച്വലി ദാറ്റ് മസ്റ്റ് ബി V1 - V4 ആക്ച്വൽ വോളിയമാണ് ബൈ T1. ഈ ഇക്വേഷൻ എന്നാണ് നമുക്ക് V0 കിട്ടുക. നമുക്കിത് അറ്റ്മോസ്ഫിയർ പ്രഷർ, ഇത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, ഇത് സിലിണ്ടറിൻ്റെ ഇൻസൈഡ് പ്രഷർ, സക്ഷൻ പ്രഷർ, സിലിണ്ടറിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ. V1 - V4 ആണ് ആക്ച്വൽ വോളിയം. V1 - V4 ഈസ് നത്തിങ് ബട്ട് ആക്ച്വൽ വോളിയം VA. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ഫ്രീ എയർ ഡെലിവേർഡ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടുക. ഫ്രീ എയർ ഡെലിവേർഡ് എന്ന് വെച്ചാൽ ഇക്വേഷൻ actual volume, the definition actual volume delivered at the stated pressure, that means atmospheric pressure with the reduced intake pressure and temperature, and expressed in meter cube per minute, and it is denoted as V0. and നമുക്ക് ഈ ഇക്വേഷനെക്കാട്ടിയും ബെറ്റർ ഇക്വേഷൻ ഇതായിരിക്കും യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, നമുക്ക് വോളിയോമെട്രിക് എഫിഷ്യൻസി ഒന്ന് നോക്കാം. വോളിയോമെട്രിക് എഫിഷ്യൻസി, അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഒന്നും കൂടെ ഈ ഫിഗറിൽ ചെറിയൊരു പോയിന്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു ലൈൻ, ഈ ഒരു ഗ്യാപ്പ് നോക്കുക. ഇനി ഈ ഗ്യാപ്പിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു, ഈ ഒരു ഗ്യാപ്പിലുള്ള വോളിയത്തിനെ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, എക്സ് എന്ന് വിളിച്ചു. റൈറ്റ്, ഞാനിത് ഈ ഫിഗർ താഴെ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലെ വോളിയം എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, നമുക്ക് ഇവിടെ വോളിയോമെട്രിക് എഫിഷ്യൻസിയാണ് കാണാൻ പോകുന്നത്. വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ വോളിയം എഫിഷ്യൻസി, വോളിയം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഷുഡ് ബി, നമ്മൾ ഡിറൈവ് ചെയ്ത വാല്യൂ വെച്ചാൽ, നമ്മൾ ആദ്യം എഴുതിയ വാല്യൂ വെച്ചാൽ ആക്ച്വൽ വോളിയം സക്ഡ് ബൈ
വി എസ് അല്ലെങ്കിൽ ആക്ച്വൽ വോളിയത്തിന് പകരം നമ്മൾ V1, ഓക്കെ V1 എന്നായിരുന്നു എടുത്തത് അല്ലേ, V1/VS എന്നല്ലേ നമ്മൾ എടുത്തത്. അല്ലെങ്കിൽ ക്ലിയറൻസ് വോളിയം ഉണ്ടെങ്കിൽ V1 - V4 എന്നില്ലേ, V1 - V4 അതായത് ആക്ച്വൽ വോളിയം ബൈ സ്വെപ്റ്റ് വോളിയം, ആയിരുന്നു എടുത്തത്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ആക്ച്വൽ വോളിയം അല്ല, ആക്ച്വലി അതിൽ കുറഞ്ഞൊരു വോളിയം ആയിരിക്കും. വോളിയം എന്ന് പറഞ്ഞാൽ FAD എന്നില്ലേ, വോളിയം ഓഫ് ഫ്രീ എയർ ആണ്. വോളിയം ഓഫ് ഫ്രീ എയർ ബൈ സ്വെപ്റ്റ് വോളിയം VS ആണ്. ദാറ്റ് മീൻസ് V0/VS ആണ് ആക്ച്വൽ വോളിയോമെട്രിക് എഫിഷ്യൻസി. ചേഞ്ച് വന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സംഭവത്തിനെക്കാട്ടി ചേഞ്ച് വന്നു. ഓക്കെ, നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. ഈ ഫിഗറിൽ യു ക്യാൻ സീ ദാറ്റ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്, സോറി, VA എന്ന് പറയുന്നത് VS - X ആണ് അല്ലേ. ഈ ഫിഗർ ഒന്നുകൂടെ നോക്കാം. നമുക്കറിയാം V1 - V4 ആണ് ആക്ച്വൽ വോളിയം. VA എന്നുള്ളത് V1 - V4 ആണ്. V1 - V4 എന്ന് വെച്ചാൽ ദിസ് ഇസ് VA അതായത് ഇതാണ് ടോട്ടൽ സ്വെപ്റ്റ് വോളിയം. അപ്പോൾ എക്സ് എന്നുള്ളത് VS എന്ന് X മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, VS സ്വെപ്റ്റ് വോളിയത്തിൽ നിന്ന് X മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് V1 - V4 അല്ലെങ്കിൽ VA എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ, VA ഈസ് ഈക്വൽ ടു സ്വെപ്റ്റ് വോളിയം മൈനസ് എക്സ്. ഇത് ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ശ്രദ്ധിക്കുക, VS എന്ന് ഈ എക്സ് മൈനസ് ചെയ്ത്, ഇതാണ് എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ്, ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഈ ഒരു വോളിയം. ഈ വോളിയം എന്ന് വെച്ചാൽ എന്താണ്, VA ആണ്. സിമിലർലി VC + X എന്തായിരിക്കും, VC + X ആണെന്ത് V4 അല്ലേ, എഴുതിക്കൂടെ. അപ്പോൾ VC + X V4 ആണെങ്കിൽ V4 - VC ആണ് X. V4 - VC ആണ് X, അതും അവിടെ വെക്കാം. അപ്പോൾ നമുക്ക് ഈ വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ആക്ച്വലി VS - X ആക്ച്വൽ വോളിയം X/VS. അപ്പോൾ നമ്മളിവിടെ തിയററ്റിക്കൽ വോളിയോമെട്രിക് എഫിഷ്യൻസിയാണ് ഈ ഒരു സംഭവമാണ് കാണുന്നത്. ഫ്രീ എയറിൻ്റെ ഇതവിടെ നിൽക്കട്ടെ, ഇത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ രണ്ട് വോളിയോമെട്രിക് എഫിഷ്യൻസി വരും. ഇത് ആക്ച്വൽ വോളിയത്തിന് ബേസ് ആയിട്ടുള്ള വോളിയോമെട്രിക് എഫിഷ്യൻസി, ഇത് ഫ്രീ എയർ FADനെ ബേസ് ആയിട്ടുള്ള വോളിയോമെട്രിക് എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് VS - X/VS. VS - X എന്ന് വെച്ചാൽ എന്താ, VS - X എന്ന് വെച്ചാൽ V1 - V4 തന്നെയാണ്, അല്ലെങ്കിൽ VA ആണ്. അപ്പോൾ എക്സിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, V4 - VC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -V4 - VC/VS എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ VS - VC പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ V4/VC -1/VS. സോ വോളിയോമെട്രിക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ്, നമുക്ക് 1 ഇത് 1 ആവും, -VC/VS ഇൻറ്റു V4/VC -1. എന്താണ് ഈ VC - VS? ക്ലിയറൻസ് വോളിയം ബൈ സ്വെപ്റ്റ് വോളിയത്തിന് നമ്മൾ എന്ത് വിളിക്കും, ക്ലിയറൻസ് റേഷ്യോ 1 - C V4 - VC -1 ഇങ്ങനെ വന്നു. C ആണ് ക്ലിയറൻസ് റേഷ്യോ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമുക്കറിയാം PV/N കോൺസ്റ്റൻ്റ് ആണ്. ഏത് 1 to 2ഉം 3 to 4 രണ്ട് പ്രോസസ്സിനും PV/N കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ P3V3/N will be equal to P4V4/N, or V4/V3 is equal to P3/P4/1/N എന്ന് എഴുതാം, 1/N എന്ന് എഴുതാം അല്ലേ. എന്താണ് V3?
എന്താണ് V3? V3 എന്ന് വെച്ചാൽ ഈ വോളിയം എന്ന് വെച്ചാൽ ക്ലിയറൻസ് വോളിയമാണ്. സോ V3ക്ക് പകരം എന്ത് എഴുതാം നമുക്ക്? ക്ലിയറൻസ് വോളിയം. V4 ബൈ ക്ലിയറൻസ് വോളിയം ഈസ് ഈക്വൽ ടു P3 ബൈ P4 റേസ് ടു 1/n എന്ന് എഴുതിക്കൂടെ? ഇപ്പോൾ പക്ഷേ നമ്മൾ ഓൾറെഡി നമുക്കറിയാം P3 ബൈ P4 ഈസ് നത്തിങ് ബട്ട് P3 എന്ന് വെച്ചാൽ P2 തന്നെയാണ്, P4 എന്ന് വെച്ചാൽ P1 തന്നെയാണ്. ഇത് സെയിം ആണ്. അപ്പോൾ ഇവിടെ V4 ബൈ VC എന്തായിരുന്നു ഇത്? V4 ബൈ VC എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു P2 ബൈ P1 ഓൾ റേസ് ടു 1/n തന്നെ എഴുതാം. അപ്പോൾ നമ്മളെ വോളിയോമെട്രിക് എഫിഷ്യൻസി ഇക്വേഷനിൽ 1 മൈനസ് C ക്ലിയറൻസ് റേഷ്യോ ഇൻറ്റു V3 ബൈ P4 പകരം P2 ബൈ P1 എന്താണ് ഇവിടെ വന്നത്? V4 ബൈ VC ആയിരുന്നു അല്ലേ? V4 ബൈ VCക്ക് നമുക്ക് കിട്ടിയത് P2 ബൈ P1 റേസ് ടു 1/n, P1 റേസ് ടു 1/n മൈനസ് 1 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് ഈസ് ഈക്വൽ ടു ഇതിന് 1 പ്ലസ് ഇവിടെ ഒരു -1 ഉണ്ട്, അത് നമുക്ക് പുറത്തേക്ക് എടുത്ത് ഇത് -C ഇൻറ്റു -1 പ്ലസ് C 1 പ്ലസ് C മൈനസ് C P2 ബൈ P1 ഓൾ റേസ് ടു 1/n വോളിയോമെട്രിക് എഫിഷ്യൻസി. ഇങ്ങനെ ഇതാണ് നമ്മളെ തിയററ്റിക്കൽ വോളിയോമെട്രിക് എഫിഷ്യൻസി. ഫ്രീ എയർ ഡെലിവറി FAD ബേസ് ആയിട്ടുള്ളതല്ല. തിയററ്റിക്കൽ വോളിയോമെട്രിക് എഫിഷ്യൻസി ഇതാണ് 1 പ്ലസ് C മൈനസ് C ഇൻറ്റു P2 ബൈ P1 ഓൾ റേസ് ടു 1/n. പിന്നെ ഇതിനെ ബേസ് ആയിട്ടുള്ള പ്രോബ്ലം അടുത്ത സെഷനിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.